നമുക്കിന്ന് 3 സ്നാക്ക് ആയാലോ? അതിനായിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. അതിനുശേഷം അത് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ക്യാരറ്റ് പെട്ടെന്ന് തന്നെ സ്റ്റീം ചെയ്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. പീസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്റ്റീം ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ്. നമ്മൾ എടുത്തേക്കുന്ന ക്യാരറ്റിന്റെ ഇതനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശെ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. കൈകൊണ്ട് കുഴച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് കുഴച്ചെടുക്കാവേ. എൻ്റെ കൈയൊന്ന് മുറിഞ്ഞിരുന്നതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് കുഴക്കാതെ സ്പൂൺ കൊണ്ട് തന്നെ കുഴച്ചെടുത്തത്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കളറിന് ഒരു ചെറിയ ചേഞ്ച് ഉണ്ടാവും നമ്മുടെ ശർക്കര ചേർക്കുന്നത് കൊണ്ട്. അതിനുശേഷം നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ബോളായിട്ട് ഇതൊന്ന് കുഴയ്ക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ലേശം ഞാൻ ഏലക്കാപ്പൊടി ഒരു നുള്ള് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് എടുക്കണം. കയ്യിൽ ഒരു ലേശം നെയ്യൊന്ന് തടവിയിട്ട് ഇതുപോലെ ഒന്ന് ബോളാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ആവി പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ബീട്രൂട്ട് കൊണ്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ കഴിക്കാൻ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഹെൽത്തി വെർഷനിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടുത്തതായിട്ട് നമുക്ക് പഴമയുടെ രുചി അറിഞ്ഞാലോ? അപ്പൊ അതിനായിട്ട് നമ്മുടെ കുറച്ച് മട്ടയരി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. അരി ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ വറുത്തിട്ട് കട്ടൻ ചായയിൽ ഇങ്ങനെ ഇട്ട് കുടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആരെങ്കിലും ഒക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളിത് വറുക്കുന്ന സമയത്ത് തീ ഒരിക്കലും കൂട്ടിയിടരുതേ, കരിഞ്ഞു പോവേ. അതുകൊണ്ട് നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഒന്ന് നമ്മുടെ അരി ഇങ്ങനെ പൊട്ടി 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 വരുമല്ലോ, ആ ഒരു പരുവം വരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പൊ നമ്മുടെ അരിമണിയൊക്കെ ഒന്ന് വറുത്ത് ഞാൻ തണുപ്പിച്ചതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ചൂടായ പരുവത്തിന് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കരുത്. ഒന്ന് തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ നമ്മുടെ ചെറിയ മിക്സിയുടെ ജാറിലാണ് അരിമണി പൊടിച്ചെടുത്തത്. ഇനി നമ്മുടെ ഇടത്തരമുള്ള മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിലേക്ക് നമുക്ക് പൊടിച്ചെടുത്ത നമ്മുടെ അരിമണിയുടെ പൊടിയൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര പൊടിയോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടിട്ടോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കണം. ഒരു നുള്ള് ഏലക്ക പൊടിച്ചതും ഒരു നുള്ള് ചുക്കുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നമ്മുടെ അരിയുണ്ട തയ്യാറാക്കി എടുക്കാം. ഇനി ഒരു ചെറിയ ബോളായിട്ട് നമുക്കൊന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ ചായയുടെ കൂടെ അടിപൊളി സ്നാക്ക് റെഡി. ഇന്ന് ചായ തിളയ്ക്കുന്ന നേരം കൊണ്ട് എന്ത് തയ്യാറാക്കും എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് ക്യാബേജ് ഇരിപ്പുണ്ടെങ്കിലോ, അതിനെടുത്ത് ചെറുതായിട്ടൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിപ്പോ തോരന് വെച്ചിട്ട് ബാക്കി ഇരുന്നതാട്ടോ. അത് ഇതുപോലെ ഒരു പരുവത്തിന് വേണം ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടേ, ഒരുപാട് ചെറുതാക്കണ്ട. അതിനുശേഷം ഒരു സവാളയും കൂടെ ഇതിനാവശ്യത്തിനായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാബേജ് അരിഞ്ഞതിലേക്ക് നമ്മുടെ സവാളയും കൂടെ ഒന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഒന്ന് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിടണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ പേസ്റ്റ് ആയിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു ചെറിയ എരിവിനായിട്ട് ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു നുള്ള് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നതിന്റെ അളവനുസരിച്ചിട്ട് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കടലമാവിന്റെ പൊടിയാണ്. അരിപ്പൊടി ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എടുക്കുന്നതിന്റെ അളവനുസരിച്ചിട്ട് ഈ അരിപ്പൊടിയിലും കടലമാവിന്റെ പൊടിയിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ അളവ് പറയാത്തതേ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. ആദ്യം നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിന് കിട്ടും. ലേശം വെള്ളം വേണം എന്നുണ്ടെങ്കിൽ ഒരു നുള്ള് തളിച്ച് കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച് കുഴയ്ക്കരുത്. നല്ലപോലെ നമുക്ക് കുഴച്ചൊഴിച്ച് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിൽ തളിച്ച് ചേർത്ത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ട് ഞാൻ കുഴച്ച് സെറ്റ് ചെയ്ത് എടുത്തത്. ഇനി ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്നാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടാക്കി അതിലേക്ക് നമ്മുടെ ക്യാബേജ് വട, അങ്ങനെ പറയാം, ക്യാബേജ് വടയിലെ എല്ലാം ഞാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് നമുക്കിത് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒരു 1-2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ് വട 2 സൈഡും നല്ലപോലെ മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായി കിട്ടുവേ. മുക്കി പൊരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് അങ്ങനെ മുക്കി പൊരിച്ചെടുക്കാം കേട്ടോ. ഞാൻ പക്ഷെ ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മുടെ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് തയ്യാറാക്കിയ 3 സ്നാക്കും എല്ലാവർക്കും എളുപ്പം തയ്യാറാക്കാവുന്നതല്ലേ. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമന്റ്സ് വഴി അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.